ഏറ്റവും സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സെ, പ്രിയമുള്ള മാതാപിതാക്കളെ, യുവജനങ്ങളെ, ഈസ്റ്റർ കഴിഞ്ഞുള്ള രണ്ടാമത്തെ ഞായറാഴ്ചത്തെ ആശംസകളും പ്രാർത്ഥനകളും എല്ലാവർക്കും ഹൃദയപൂർവ്വം നേരുന്നു. പത്രോസ്ലീഹായുടെ അഗാപ്പയെക്കുറിച്ച്, അഗാധ സ്നേഹത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. വിശുദ്ധ പത്രോസിൻ്റെ ആഴമേറിയ ആ അഗാപ്പയെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 21 അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ ഒന്ന് സമ്മിക്കായി നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ഞായറാഴ്ച പുതു ഞായറാഴ്ചയായിരുന്നു. അന്ന് ഞാൻ നടത്തിയ വചനപ്രഘോഷണം 1000-ൽ കൂടുതൽ ആളുകൾ യൂട്യൂബിൽ കാണുകയും ചിലർ സന്ദേശങ്ങൾ അറിയിക്കുകയും ചെയ്തു. എല്ലാവരോടും നന്ദി പറയുന്നു. പുതു ഞായറാഴ്ച സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ്. വാതിലുകൾ അവർ അടച്ചിരിക്കെ ആ വീടിൻ്റെ നടുവിലേക്ക് യേശു കടന്നു വന്ന് നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം എന്ന് 2 പ്രാവശ്യം പറയുന്നു. പിന്നീട് 8 ദിവസങ്ങൾ കഴിഞ്ഞ് തോമാശ്ലീഹായും മറ്റ് ശിഷ്യരും ഒരുമിച്ചിരിക്കുമ്പോൾ ഈശോ വീണ്ടും അടച്ചിട്ട ആ വാതിലിൻ്റെ ഉള്ളിൽ കയറി സമാധാനം എന്ന് ആശംസിക്കുന്നു. തദവസരത്തിൽ തോമാശ്ലീഹായെ അടുത്ത് വിളിക്കുകയാണ്. തോമസേ, നീ എൻ്റെ കയ്യിലെ മുറിവുകൾ കാണുക, എൻ്റെ ഹൃദയത്തിലെ മുറിവുകൾ കാണുക, എൻ്റെ കാലിലെ മുറിവുകൾ കാണുക. അവിശ്വാസിയാകാതെ വിശ്വാസിയാവുക. ഈ അവസരത്തിൽ തോമാശ്ലീഹ ഉദ്ഘോഷിക്കുകയാണ്, മൈ ലോർഡ്, മൈ ഗോഡ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അങ്ങനെ ആ സുവിശേഷ ഭാഗം അവസാനിച്ച ശേഷം പിന്നീട് വരുന്നത് നമ്മൾ കാണുന്നത് പത്രോസ്ലീഹ അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരോട് പറയുക, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അങ്ങനെ മീൻ പിടിക്കാൻ വേറെ 6 പേരും കൂടി മൊത്തം 7 പേര് മീൻ പിടിക്കാൻ തിബേരിസ് കടലിലേക്ക് പോവുകയാണ്. മറ്റു സുവിശേഷങ്ങളിൽ ഗലീലിയ തടാകമെന്നും യോഹന്നാന്റെ സുവിശേഷം മാത്രം തിബേരിസ് കടൽ തീരമെന്നും പറയുകയാണ്. പത്രോസിന്റെ നേതൃത്വത്തിൽ 7 പേര് മാറി മാറി വല വീശിയിട്ടും അവർക്കൊരു കൊച്ചു മീൻ പോലും കിട്ടാതിരിക്കുന്ന അവസരത്തിൽ പ്രഭാതത്തിൽ യേശു ആ കടൽക്കരയിൽ ചെന്ന് നിന്നിട്ട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? ഇല്ല. അപ്പോൾ പറയുന്നു, വഞ്ചിയുടെ വലതുവശത്ത് വീശുക. ആ വ്യക്തി പറഞ്ഞതനുസരിച്ച് വഞ്ചിയുടെ വലതുവശത്ത് വല വീശുകയും 153 പരം വലിയ മത്സ്യങ്ങള് പത്രോസിനും കൂട്ടനും കിട്ടിയപ്പോൾ വഞ്ചിയിലിരുന്ന 6 പേരിൽ ഒരാൾ പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ വസ്ത്രമെടുത്ത് തൻ്റെ അരികിൽ ചുറ്റി കടലിലേക്ക് ചാടി യേശുവിൻ്റെ അരികിലേക്ക് വേഗം വരുന്ന പത്രോസിനെയാണ് കാണുക. കടലിൻ്റെ അക്കരെ വന്നു കഴിഞ്ഞ് കടൽ തീരത്ത് വന്നു കഴിയുമ്പോൾ കാണുന്നത് ഈ 7 പേർക്ക് വേണ്ടിയിട്ട് യേശു തീ കനല് കൂട്ടി നല്ല തീയില് പിടയ്ക്കുന്ന മത്സ്യം ആ അഗ്നിയിൽ എടുത്തു വെച്ച് വേവിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈശോ പറയുക, നിങ്ങൾ ഇപ്പോൾ പിടിച്ച ആ 153 മത്സ്യത്തില് ഏതാനും മത്സ്യങ്ങൾ കൂടി കൊണ്ടുവരിക. അവിടെ കൊണ്ടുവന്നു വെച്ചു. യേശു ശിഷ്യന്മാരും ഒരുമിച്ച് ആ കനലില് മീൻ വേവിച്ച് ഭക്ഷിച്ചു. ഇവിടെയാണ് ഈ 3-ാം ഞായറാഴ്ച, ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള 2-ാം ഞായറാഴ്ചത്തെ സുവിശേഷം ആരംഭിക്കുന്നത്. അതുകൊണ്ട് 1-ാമത്തെ വചനം എന്ന് പറയുന്നത്, they had finished their breakfast. They had finished
ബ്രേക്ക്ഫാസ്റ്റ്. പ്രാതൽ കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു വലിയ ചിന്ത നമുക്ക് കർത്താവ് തരികയാണ്. പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വിശപ്പിന്റെ മണം മനസ്സിലാക്കിയ യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ വല്ലതുമുണ്ടോ? അന്ത്രയോസ് പറയുകയാണ്, ഇവിടെ ഒരു കുഞ്ഞിന്റെ കയ്യില് 2 അപ്പവും കുറച്ച് മീനുകളുമുണ്ട്. യേശു ആ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവിടെ വന്നിരുന്ന 5000-ൽ പരം ജനങ്ങൾക്ക് വിളമ്പുകയാണ്. ബാക്കി വന്ന അപ്പ കഷ്ണങ്ങൾ അവർ കുട്ടയിൽ ശേഖരിച്ചു. 7 കുട്ടയിൽ ശേഖരിച്ചു. ഇവിടെ രാത്രി മുഴുവനും അധ്വാനിച്ച് വിവശരായിട്ട് മീനൊന്നും കിട്ടാതെ കിടക്കുന്ന ആ ശിഷ്യന്മാരുടെ അരികിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ഞാൻ ഈ വചനം പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളിൽ പലരും ഈ ശനിയാഴ്ച ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് കഴിക്കാത്ത മക്കളായിരിക്കാം. ഭക്ഷണം ഉണ്ടായിട്ടും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കാം. രോഗം കൊണ്ടായിരിക്കാം, യാത്രയിലായിരിക്കാം. അങ്ങനെ വിശന്നു പൊരിയുന്ന ആ മനുഷ്യന് എന്തു വേണമെന്ന് യേശുവിനറിയാം. തീ കായുക എന്നല്ല പറയുന്നത്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട് വിശന്ന് പൊരിഞ്ഞു വരുന്ന മനുഷ്യനോട് തീ കായുക എന്നല്ല പറയേണ്ടത്, നമ്മുടെ ഉള്ളിൽ അപ്പം കൊടുക്കാൻ സാധിക്കുക. യേശു ഒരു ഉപമ പറഞ്ഞില്ലേ? യേശു പറഞ്ഞു, ഒരു സ്നേഹിതൻ തൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. രാത്രിയുടെ മധ്യത്തിലാണ് വന്നിരിക്കുന്നത്. ഈ അവസരത്തില് യേശു പറയുന്ന ഉപമ, ആ സ്നേഹിതൻ അടുത്ത വീട്ടിൽ ചെന്നിട്ട് പറയുകയാണ്, എൻ്റെ വീട്ടിലൊരു കൂട്ടുകാരൻ വന്നിരിക്കുന്നു, അവന് കൊടുക്കാൻ 2 അപ്പം തരിക. നിവൃത്തിയില്ല അവന് കൊടുക്കാൻ, കാരണം തൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെയാണ്. എങ്കിലും നിർബന്ധം നിമിത്തം അവൻ എഴുന്നേറ്റ് കൊടുക്കും. അവിടെയുള്ള സ്നേഹം എന്ന് പറയുന്നത് ഫീലിയ, നോട്ട് അഗാപ്പേ. നോട്ട് അഗാപ്പേ. അഗാപ്പേ എന്ന് പറഞ്ഞാൽ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്ന ദൈവം, വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്ന മനുഷ്യര്. വ്യവസ്ഥകളില്ലാതെയാണ് വിശുദ്ധ കോൾബയെ സ്നേഹിച്ച് തന്റെ ജീവൻ ഒരു കുടുംബത്തിന് വേണ്ടി കൊടുത്തത്. വ്യവസ്ഥകളില്ലാതെയാണ് വിശുദ്ധ ഡാമിയൻ തന്റെ ജീവിതം കുഷ്ഠരോഗികൾക്ക് വേണ്ടി കാഴ്ചവെച്ചത്. വ്യവസ്ഥകളില്ലാതെയാണ് വിശുദ്ധ മദർ തെരേസ ആ കൽക്കട്ടയിലെ തെരുവില് പൊരിഞ്ഞു വീഴുന്ന മക്കൾക്കും, രോഗം ബാധിച്ചു കഴിയുന്ന മക്കൾക്കും, പുഴു അരിച്ചു കിടക്കുന്ന മക്കൾക്ക് വേണ്ടിയും കൊടുത്തത്. ആ ദൗത്യമാണ് യേശു നിർവഹിച്ച ശേഷം ശിഷ്യന്മാർക്ക് ആവശ്യത്തിന് അപ്പം കൊടുത്ത ശേഷം, മത്സ്യം കൊടുത്തതിന് ശേഷം ആണ് 2ാമത്തെ ഭാഗത്തേക്ക് വരിക. ഈ വചനം കേൾക്കുന്ന വൈദികരെ, സഹോദരിമാരെ, പ്രിയ ആത്മായ പ്രേക്ഷിതരെ, കത്തോലിക്കരെ, ക്രിസ്ത്യാനികളെ, മറ്റു മതസ്ഥരെ, വിശക്കുന്നവന് അപ്പം കൊടുക്കാനുള്ള, വിശക്കുന്നവന് ആഹാരം കൊടുക്കാനുള്ള ഒരു വലിയ വിളി നമുക്കൊക്കെയുണ്ട്. സാധാരണഗതിയില് സർവ മനുഷ്യരും അപ്പം കൊടുക്കും. അപ്പം കൊടുക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത് മതം നോക്കിയിട്ടല്ല. അവന്റെ ഹൃദയം കർത്താവ് കാണുന്നത് കൊണ്ട്, അവന്റെ ഹൃദയത്തില് കർത്താവ് ദൈവമുള്ളത് കൊണ്ട് അവൻ സഹോദരങ്ങളെ സ്നേഹിക്കുന്നത്. സഹോദരങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ വച്ചു നീട്ടുന്ന ഭക്ഷണം നമ്മൾ ഒളിച്ചു വിൽക്കുന്നവരായിരിക്കാം ചില ആളുകള്. വോട്ടിന് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കുന്ന വ്യക്തികളായിരിക്കാം. വോട്ട് നടക്കുന്ന കാലമാണല്ലോ, ഇലക്ഷന്റെ കാലഘട്ടമാണല്ലോ. പ്രിയമുള്ളവരെ, ഇവിടെ യേശു ചെയ്യുന്ന 1ാമത്തെ കാര്യം 21-ാം അധ്യായത്തിൽ 15-ാം വചനം പറയുകയാണ്, they finished the breakfast. പ്രാതൽ കഴിഞ്ഞപ്പോൾ, ഭക്ഷണം കഴിച്ച് മതിയായപ്പോൾ യേശു ആ തിബേരിയൂസ് കടൽ തീരത്ത് ഒന്നുകൂടി നോക്കി. പ്രഭാതത്തില് വെള്ള മണൽത്തരികളെ ചുംബിക്കാൻ ഞൊറിഞ്ഞെടുത്ത ചെറിയ
തിരമാലകൾ കടലിന്റെ തീരത്തേക്ക് അടിയുകയാണ്. ആ മണലുകളെ ചുംബിച്ച് തിരമാല വീണ്ടും 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 പുറകോട്ട് പോവുകയാണ്. അങ്ങനെ ചുംബിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് കർത്താവ് പത്രോസ്ലീഹയോട് ചോദിക്കുകയാണ്, ശിമയോൻ സൺ ഓഫ് ജോൺ, do you love me more than this? Do you love me more than this? മലയാള തർജ്ജമയിൽ വന്നിരിക്കുന്നത്, ശിമയോനെ നീ ഇവരെക്കാൾ അധികമായി സ്നേഹിക്കുന്നു എന്ന. എന്നാൽ RSV ട്രാൻസ്ലേഷൻ പ്രകാരം do you love me more than this? These എന്നാണ് പറയുന്ന ഇതിനെ, ഈ ഇവയെ, ഏതിനെ? കടൽ തീരത്ത് നിന്നുകൊണ്ട് യേശു ആ തിബേരിയസ് കടലിലേക്ക് നോക്കുകയാണ്. കടൽ തീരത്ത് കെട്ടിയിട്ടിരിക്കുന്ന ചെറിയ വള്ളങ്ങളുണ്ട്, വലിയ വള്ളങ്ങളുണ്ട്. പത്രോസും കൂട്ടരും യേശു പറഞ്ഞതനുസരിച്ച് വലവീശി മീൻ പിടിച്ച ആ വള്ളമുണ്ട്. ആ വള്ളത്തില് 153 മത്സ്യത്തിൽ ഏതാനും മത്സ്യം കുറവാണ്. കാരണം ആ 153 മത്സ്യത്തിൽ നിന്നാണ് ശിഷ്യന്മാര് യേശു ഒരുക്കി വെച്ചിരുന്ന ആ അപ്പത്തിലേക്ക്, ആ മീനിലേക്ക് കൊണ്ടുവന്ന് വെച്ചത്. യേശുവിന്റെ അപ്പത്തോടൊപ്പം നമ്മുടെ അപ്പം കൂടി ചേർക്കണം. യേശുവിന്റെ വചനത്തോടൊപ്പം നമ്മുടെ അപ്പവും ചേർക്കണം. പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നു നമുക്കൊക്കെ അറിയാം. ഈശോ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയില് അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതെന്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയമെടുത്ത് യേശു വാഴ്ത്തി വിഭജിച്ച് നൽകി കൊണ്ട് അരുളി ചെയ്തു, ഇതെന്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ. അപ്പം വിഭജിച്ച് നൽകുകയാണ്, കാസ വാഴ്ത്തി നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഈ വചനം പറയുമ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ച എത്രയോ മക്കൾ രക്ഷപ്പെട്ട കാര്യമാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. തിബേരിയസ് കടൽ തീരത്ത് യേശു മീനാണ് ചുട്ടുകൊടുത്തതെങ്കിൽ ഇന്നു കർത്താവ് വചനത്തിലൂടെ 1000 അപ്പങ്ങളാണ് നമുക്ക് വെച്ച് വിളമ്പി തരുന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് വകമില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ദൈവവചനം അവരുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. നിനക്ക് ഭക്ഷണം നൽകുവാൻ വിധവകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഏലിയ പ്രവാചകൻ നടന്ന് ക്ഷീണിച്ചിരിക്കുമ്പോൾ വിറക് പരക്കിക്കൊണ്ടിരുന്ന ആ വിധവയെ കണ്ടിട്ട് ചോദിച്ചു, എനിക്ക് ഇച്ചിരി കുടിക്കാൻ വെള്ളം തരിക. അവൾ വെള്ളമെടുക്കാൻ തിരിയുമ്പോൾ പറയുക, ഒരപ്പം ചുട്ടുകൊണ്ട് തരിക. ആ പ്രവാചകന്റെ വചനമനുസരിച്ച് അവൾ അവളുടെ കലത്തിലെ മാവ് എടുത്ത് എണ്ണയും ഉപയോഗിച്ച് ഒരു ചെറിയ അപ്പം ചുട്ടെടുത്ത് കൊണ്ടുവന്ന് ഈ പ്രവാചകന് കൊടുത്തു. ചെറിയ അപ്പം. പിന്നീട് പറയുക, അവളുടെ കുടത്തിലെ എണ്ണ വറ്റിയുമില്ല, കലത്തിലെ മാവ് തീർന്നുമില്ല. മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുമ്പോൾ ഈശോ ഇവിടെ ചോദിക്കുകയാ, ഡു യു ലവ് മീ മോർ ദാൻ ദിസ്? ഈ കടലിൽ കിടക്കുന്ന ബോട്ടിനേക്കാൾ കൂടുതലായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ആ കടലിൽ കിടക്കുന്ന വഞ്ചിയിലെ വലയിലെ മത്സ്യത്തെക്കാൾ കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവർക്ക് ഭക്ഷണം പ്രദാനം ചെയ്യുന്ന ഈ തിബേരിയസ് കടലിനെ നീ ഉപേക്ഷിക്കുന്നുവോ? അതാണ് പത്രോസിനോട് ചോദിക്കുന്നത്. പത്രോസ് പറയുകയാണ്, യെസ് ലോർഡ്, യെസ് ലോർഡ്, യു നോ ദാറ്റ് ഐ ലവ് യു. പത്രോസ് അവിടെ ഉപയോഗിച്ച വചനം ഐ ലവ് യു. ലവിന് പല ഹീബ്രു പദങ്ങള്, ഗ്രീക്ക് പദങ്ങളുണ്ട്. 7ൽ പരം വാക്കുകളെ സ്നേഹത്തെ സൂചിപ്പിക്കാൻ ഗ്രീക്ക് ഭാഷയിലുണ്ട്. ഇവിടെ പത്രോസ് ഉപയോഗിച്ചത് ഫീലിയ. ഫീലിയ എന്ന് പറഞ്ഞാല് ആത്മാർത്ഥമായ സൗഹൃദ ബന്ധമാണ്, സ്നേഹമാണ്. ഡാമിയനുള്ളത്, വിശുദ്ധ ഡാമിയന് കുഷ്ഠരോഗികളോടുള്ളത് ഫീലിയ അല്ല, അഗാപ്പയാണ്. മദർ തെരേസയ്ക്ക് കൽക്കട്ടയിലെ ആ തെരുവിൽ കഴിയുന്ന പുഴുവിനെ പോലെ പുഴുത്തു മരിക്കുന്ന, ഭക്ഷണം കിട്ടാതെ മരിക്കുന്ന, ക്ഷയരോഗം ബാധിച്ച് മരിക്കുന്ന, രോഗങ്ങൾ ബാധിച്ച് മരിക്കുന്ന മനുഷ്യരോടുള്ള സ്നേഹം യേശുവിന്റെ സ്നേഹമാണ്. അത് അഗാപ്പയാണ്. ഈ അഗാപ്പയിലേക്ക് കടന്നു വരുവാനാണ് ഈശോ പത്രോസിനോട് ആവശ്യപ്പെടുന്നത്. പത്രോസിന്റെ ജീവിതത്തിന്റെ അവസാനം
ആ അഗാപ്പെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മൂന്നാമത്തെ കാര്യം, യേശു വീണ്ടും പത്രോസിനോട് ചോദിക്കുക, സൈമൺ സൺ ഓഫ് ജോൺ, ഡു യു ലവ് മീ? ആദ്യം യേശു ചോദിച്ചപ്പോൾ യേശു സൈമനോട് പറഞ്ഞത്, ഫീഡ് മൈ ലാംസ്, ഫീഡ് മൈ ലാംസ്. എൻ്റെ ആടുകൾക്ക് നീ ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുക്കുമ്പോഴാണ് അവ നിന്നിലേക്ക് വരുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തില് 10-ാം അധ്യായത്തില് ഈശോ പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാണ്, ആടുകൾക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുന്ന ഇടയൻ. ആ ഇടയനായി തീരുവാനുള്ള വിളിയാണ് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ഉള്ളത്. ഡു യു ലവ് മീ? ഈ അവസരത്തില് പത്രോസ് പറഞ്ഞത്, യെസ് ലോർഡ്, ഐ ലവ് യു, യു നോ ദാറ്റ്. ശരി കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങേക്കത് അറിയാമല്ലോ. യേശു കൊടുത്ത ഉത്തരം, ടെൻ മൈ ഷീപ്പ്. ആദ്യം പറഞ്ഞത് ഫീഡ് മൈ ലാംസ് എന്നാണെങ്കിൽ, രണ്ടാമത് ഈശോ പറയുന്നത് ടെൻ മൈ ഷീപ്പ്. നീ എൻ്റെ ആടുകളെ നയിക്കണമെന്നാ പറയുന്നത്. ഈ ആടുകളെ എങ്ങോട്ടാണ് നയിക്കേണ്ടത്? നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും പറയുകയാണ്, ടെൻ മൈ ഷീപ്പ്, നയിക്കുക, മേച്ചിൽ പുറത്തേക്ക് നയിക്കുക. ഓരോ കർദിനാളിന്റെയും, ഓരോ പുരോഹിതരുടെയും, ഓരോ സന്യാസികളുടെയും വിളി എന്ന് പറയുന്നത് ടെൻ മൈ ഷീപ്പ്, നയിക്കാനായിട്ടുള്ള വിളിയ. കള്ളൻ വരുന്നത് ആടുകളെ കൊല്ലാനും നശിപ്പിക്കാനും അടിച്ചു മാറ്റാനുമാണ് എന്നാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിലൊരു ഇടയനാണെങ്കിൽ, ഷെപ്പേർഡാണെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് 23-ാം സങ്കീർത്തനം പറയുന്നില്ലേ, കർത്താവിന്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ച നിറഞ്ഞ പുൽത്തകിടിയിൽ അവിടുന്ന് വിശ്രമമരുളുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് നയിക്കുന്നു. മരണത്തിന്റെ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ആ 22-ാം സങ്കീർത്തനം പോലെ ആയിത്തീരുവാനുള്ള വലിയൊരു വിളിയാണ് പരിശുദ്ധ പിതാവിനും കർദിനാളന്മാർക്കും മെത്രാന്മാർക്കും പുരോഹിതർക്കും സന്യാസികൾക്കും ലഭിച്ചിരിക്കുന്നത്. അതിലേക്കാണ് യേശു കൊണ്ടുപോകുന്നത് പത്രോസ്ലീഹായെ. ടെൻ മൈ ഷീപ്പ്, എൻ്റെ ആടുകളെ നീ നയിക്കുക, നല്ല ശുദ്ധജലമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുക, ആത്മാവുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. ടെൻ മൈ ഷീപ്പ്, ആത്മാവിന് പരിശുദ്ധാത്മാവ് നിറയുന്ന സ്ഥലങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള വിളിയാണ് ഒരു പുരോഹിതന് നൽകിയിരിക്കുന്നത്. പുരോഹിതർ എന്ന നിലയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ എത്ര ആളുകള് നല്ല നിലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇതാ വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുന്ന വിത്തുകളിൽ ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് വഴിയരികിൽ വീണു. മണ്ണിൻ പുറത്ത് ശുദ്ധമായ നല്ല മണ്ണുള്ളിടത്ത് വീണ വിത്ത് പറയുകയാണ്, കർത്താവ് പറയുകയാണ്, 30 മേനി 60 മേനി 100 മേനി ഫലം പുറപ്പെടുവിക്കുമെന്ന്. ആ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലപ്രകടിപ്പിക്കാനുള്ള വിത്തുകളെയാണ് നിങ്ങളുടെ കൈകളിലേക്ക് കർത്താവ് തരുന്നത്. ഈ അവസരത്തില് നിങ്ങളുടെ കൈകളിലേക്ക് പ്രിയമുള്ള കുഞ്ഞുങ്ങളെ കിട്ടും, പ്രിയമുള്ള യുവാക്കന്മാരെ കിട്ടും, മഹത്വമായ കുടുംബ ജീവിതത്തിലേക്ക്. നമ്മൾ എത്ര ആളുകള് ഫീഡ് മൈ ഷീപ്പ്, യേശുവിന്റെ ഈ പ്രബോധനം കേൾക്കുന്നുണ്ട്. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ഈ അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഒരു വൈദികൻ തന്റെ ധ്യാന കേന്ദ്രത്തില് ഒരു കുട്ടി വന്നു. ആ കുട്ടി വൈദികനാകാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഏതാനും മാസം കഴിഞ്ഞപ്പോൾ ഒരു പുരോഹിതൻ വന്ന് ചോദിച്ചു, അച്ഛാ, നല്ല കുട്ടികളെ കിട്ടിയിട്ടില്ല, ആരെയും കിട്ടിയിട്ടില്ല, ഒരു കുട്ടിയെ കിട്ടി. ആ നല്ല നിലത്തുന്ന ഇടയനെ പോലെ നയിച്ചിരുന്ന അദ്ദേഹം ഒരു പുരോഹിതനാണ്.
എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും, CMI സഭയില് ഞാൻ നിൽക്കുന്ന ആ കാലഘട്ടത്തില് എനിക്ക് ധൈര്യമായി പറയാൻ കഴിയും, CMI നിർമ്മൽ റിട്രീറ്റ് സെന്റർ എന്ന് പറയുന്ന ആ സ്ഥാപനത്തില് 14 വർഷം സേവനം ചെയ്യുമ്പോൾ എത്രയോ യുവാക്കന്മാരെ, കുട്ടികളെ പൗരോഹിത്യത്തിലേക്ക് പറഞ്ഞു വിടുവാൻ കഴിഞ്ഞു. എത്രയോ സന്യാസികളെ പറഞ്ഞു വിടാൻ കഴിഞ്ഞു. ഞാൻ ഓർക്കുന്നത്, ഞങ്ങളുടെ സഭയില് CMI സഭയില് ബീഡ് എന്ന് പറയുന്ന ഒരു അച്ഛൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലുകളിൽ രോഗമുണ്ടായിരുന്ന വ്യക്തിയാ. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിൽ 100 കണക്കിന് സിസ്റ്റേഴ്സിനെയും വൈദികരെയും ആകാനുള്ളവരെയും പറഞ്ഞു വിട്ടു. ബെന്നി വർഗീസ് എന്ന് പറയുന്ന ഈ അടുത്ത കാലഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആ മെത്രാൻ ഈ ബീഡച്ചൻ പറഞ്ഞു വിട്ട വ്യക്തിയാണ്. ഫീഡ് മൈ പീപ്പിൾ. രണ്ടാമത്തെ ഉത്തരം ഏതാ? ലീഡ് മൈ ഷീപ്പ്, ടെൻഡ് മൈ ഷീപ്പ്. എന്നെ നയിക്കുക. മൂന്നാമതും ഈശോ സൈമനോട്, പത്രോസിനോട് ചോദിക്കുക, ഡു യു ലവ് മീ സൈമൺ സൺ ഓഫ് ജോൺ, ഡു യു ലവ് മീ? മൂന്നാമതും ഈശോ സൈമനോട് ചോദിച്ചപ്പോൾ അവന്റെ ഹൃദയത്തിൽ വേദനയുണ്ടായി എന്നാ പറയുന്നത്. ഈ പത്രോസിന് ആ നിമിഷം ഈശോ ചോദിച്ചതിനെ ഓർത്ത് ദുഃഖിക്കാൻ കഴിയുകയാ. എന്നാൽ അതിനു മുമ്പ് ഈശോ പറഞ്ഞൊരു വചനം അവൻ മകൻ ഓർക്കുന്നില്ല. കോഴി കൂവുന്നതിന് മുമ്പേ 3 പ്രാവശ്യം നീ എന്നെ തള്ളിക്കളയും. യേശുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് യേശുവിന്റെ പിന്നാലെ, ഈ പട്ടാളക്കാരുടെയൊക്കെ പിന്നാലെ പോയിട്ട് അവിടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു സ്ത്രീ വരുമ്പോൾ ചോദിക്കുകയാ, ഇവനും ആ നസ്രായന്റെ കൂടെ ഉള്ളവനല്ലേ എന്ന് പറയുമ്പോൾ പത്രോസ് പറയുക, അല്ല, ഞാനല്ല. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ പറയുകയാ, ഞാനല്ല. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം യേശുവിനെ അറിയുകയില്ല എന്ന് തള്ളിപ്പറഞ്ഞ പത്രോസിനോട് യേശു ചോദിക്കുക, ഡു യു ലവ് മീ? ഡു യു ലവ് മീ? ഡു യു ലവ് മീ? ചോദിക്കുക, ഡു യു ലവ് മീ? അപ്പോൾ പത്രോസ് പറയുന്ന വചനം, ലോർഡ്, യു നോ എവരിതിങ്, യു നോ ദാറ്റ് ഐ ലവ് യു. നിനക്കെല്ലാം അറിയാം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നും നിനക്കറിയാം. അവന്റെ ഹൃദയം ഉരുകിയിട്ട് വേദന കൊണ്ട്, ഒരുപക്ഷെ അവന്റെ പശ്ചാത്താപം നിറഞ്ഞ ആ ഹൃദയം ആയിരിക്കാം അവനെ തൊണ്ട ഇടറിച്ചത്. ഡു യു ലവ് മീ? നീ അറിയുന്നു, എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അറിയുന്നു നീ. ഈ അവസരത്തിൽ ഈശോ പറയുന്ന വചനം നമുക്ക് ഓർക്കാം, യു ഫീഡ് മൈ ഷീപ്പ്, യു ഫീഡ് മൈ ഷീപ്പ്. നീ എൻ്റെ ആടിനെ ഫീഡ് ചെയ്യണമെന്ന്. ഏത് തരത്തിലുള്ള ഫീഡിംഗ് ആണ് നടത്തേണ്ടത് എന്ന് പറയുന്നില്ല എന്നുള്ളതാണ്. രോഗം ബാധിച്ച് കിടക്കുന്നവന് രോഗസൗഖ്യം നൽകുക, യു ഫീഡ് മൈ ഷീപ്പ്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, പന്തക്കുസ്താ ദിനം കഴിഞ്ഞ പത്രോസും യോഹന്നാനും ഒരുമിച്ച് ജെറൂസലേം ദേവാലയത്തിലേക്ക് പോവുകയാണ്. ജന്മനാ മുടന്തനായ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് ജെറൂസലേം ദേവാലയത്തിന്റെ വാതിൽക്കൽ കിടത്തിയിരിക്കുകയാണ്. അവനോട് ഭിക്ഷ യാചിച്ചു. ഈ അവസരത്തില് പത്രോസ് യോഹന്നാനും ഒരുമിച്ച് പറയുകയാണ്, പൊന്നോ വെള്ളിയോ എന്റെ പക്കലില്ല, യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക, യു ഫീഡ് മൈ പീപ്പിൾ. അതാണ് ചെയ്യേണ്ടത്. സ്നേഹമുള്ളവരെ, എത്രയോ വൈദികര്, ശുശ്രൂഷകര് ഇന്ന് ശുശ്രൂഷ നടത്തുമ്പോൾ ഒരിക്കലും സുഖപ്പെടില്ല എന്ന് കരുതുന്ന രോഗികൾ സൗഖ്യപ്പെടുന്നില്ലേ? എല്ലാ തരത്തിലും രോഗം ബാധിച്ചവര്. ഞാൻ ഓർക്കുകയാ, നെടുങ്കണ്ടത്തു നിന്നൊരു തോമസ് എന്ന് പറയുന്ന വ്യക്തിയെ വളരെ ശക്തമായ രോഗം ബാധിച്ച് സെന്റ് ജോൺസ് ആശുപത്രിയിൽ കൊണ്ടുചെന്നു. വളരെ സീരിയസ് ആണ്. അവിടെ നിന്ന് വേറെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ആലുവയിലുള്ള വലിയൊരു ആശുപത്രിയിൽ കൊണ്ടുചെന്നു. ഞാൻ അവരോട് പറഞ്ഞ വചനം, ജെർമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 14-ാം വചനം, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും.
രക്ഷിക്കണമേ, ഞാൻ രക്ഷപ്പെടും, അങ്ങയിലാണ് എൻ്റെ പ്രത്യാശ. ഈ വചനം ഇന്ന് രാത്രി 2 മണിക്ക് വരെ നിങ്ങൾ തുടർച്ചയായിട്ട് 15 പേര് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുക. ഫീഡ് മൈ പീപ്പിൾ. 15 പേര് കൂടി ഒരു വൈദികൻ പറഞ്ഞ പ്രാർത്ഥന ഏതാനും മണിക്കൂറുകൾ ഇരുന്ന് ചെല്ലുക. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. രക്ഷിക്കണമേ, ഞാൻ രക്ഷപ്പെടും. ആ മനുഷ്യൻ രാത്രി 2 മണിയോടെ കണ്ണുകളൊക്കെ തുറന്നു. മരണമെന്ന് വിധിച്ചവന്റെ മുമ്പില് ഒരു ഫീഡ് ചെയ്യുവാനായിട്ടെന്നു ചെല്ലേണ്ടതാണ് യേശു ശിഷ്യന്മാരുടെ, പുരോഹിതരുടെ ദൗത്യമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, തോമസിന് രാത്രി 2 മണി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വചനം കൂടി, തോമസ് അല്ല, തോമസിന്റെ കൂടെയുള്ള ആളുകളോട്, ഒരു 10-20 പേരോട് ചെല്ലാൻ പറഞ്ഞു. സങ്കീർത്തനം 123. സ്വർഗത്തിൽ വാഴുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് എന്റെ കണ്ണുകൾ ഞാൻ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകള് യജമാനന്റെ പക്കലേക്ക് എന്ന പോലെയും ദാസിമാരുടെ കണ്ണുകള് സ്വാമിയുടെ പക്കലേക്ക് എന്ന പോലെയും ഞങ്ങളുടെ കർത്താവിന് ഞങ്ങളോട് കരുണ തോന്നുവോളം ഞങ്ങൾ അങ്ങയെ നോക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും ആ രാത്രിയില് പ്രാർത്ഥിക്കുന്ന ജനത്തോട് ചേർന്ന് തോമസിന് വേണ്ടി ആശുപത്രിയിൽ മരണത്തോട് മല്ലിടുന്ന ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. രാവിലെ 6 മണിയായപ്പോൾ അവന് വളരെ വലിയ ആശ്വാസമായി. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്ന് ഈശോ പറഞ്ഞ ആ വചനം അവിടെ നിവർത്തിയാവുകയാണ്. 3 ദിവസങ്ങൾക്ക് ശേഷം തോമസിനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് ഞാൻ ഈ പ്രസംഗം പറയുന്ന ഒടിയപാറ റോസറി ഹെർമിറ്റേജിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ അനന്തകാരുണ്യത്തിന് നന്ദി പറയും. അവിടുന്ന് നല്ലവനാണ്. 136 സങ്കീർത്തനം 26 പ്രാവശ്യം ദൈവത്തിന്റെ അനന്തകാരുണ്യത്തിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. യേശു പത്രോസ്, യു ഫീഡ് മൈ പീപ്പിൾ, യു ഫീഡ് മൈ ഷീപ്പ്. എന്റെ രോഗം ബാധിച്ചവർക്ക് നീ ഭക്ഷണം കൊടുക്കുക, അവർക്ക് സൗഖ്യം നൽകുക. നിങ്ങൾ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കും. പ്രിയമുള്ളവർ, ഈ രോഗസൗഖ്യം ഇന്നും എന്നും എല്ലായിടത്തും നടക്കുന്നുണ്ട്. വൈദികന് പട്ടം കൊടുക്കുമ്പോഴും എത്താൻ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥി, നിങ്ങൾ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, ഇവർ സുഖം പ്രാപിക്കും. രോഗശാന്തി ശുശ്രൂഷ നടത്തുവാനുള്ള വലിയ മഹത്തായ വലിയൊരു ദാനമാണ് പട്ടമേൽക്കുമ്പോൾ ഓരോ വൈദികനും സ്വീകരിക്കുന്നത്. സാധാരണക്കാരനല്ല, പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായ രീതിയിൽ സ്വീകരിച്ച വ്യക്തിയാണ് ഒരു പുരോഹിതനായി തീരുന്നത്. ആത്മാവിന്റെ ശക്തിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഈ നിമിഷത്തില് നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്ന് നിങ്ങൾക്ക് സൗഖ്യം നൽകുന്നതായിട്ട് എന്റെ മനസ്സിൽ തോന്നുന്നു. പ്രത്യേകിച്ച് 123 സങ്കീർത്തനം ഞാൻ പ്രാർത്ഥിക്കുന്ന അവസരത്തില് പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ഈ വചനം കേൾക്കുന്ന മക്കളെ കർത്താവ് സൗഖ്യം നൽകുന്നു എന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾ 123 സങ്കീർത്തനം ചെല്ലട്ടെ. പരിശുദ്ധാത്മാവ് അഗ്നിയായിട്ട്, കാറ്റായിട്ട്, വെള്ളമായിട്ട്, മുദ്രയായിട്ട് നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷമായിട്ട് എന്റെ മനസ്സിൽ തോന്നുകയാണ്. നിങ്ങളൊക്കെ ഒരു നിമിഷം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയോടെ കൈകൾ ഉയർത്തി ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾ ഈ വചനം കേൾക്കുന്ന ശക്തമായ ന്യൂമോണിയ ബാധിച്ച ഒരു മകൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ മകളുടെ രോഗം സൗഖ്യപ്പെട്ടു. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന്റെ കൃപയാണ് ഒരു പുരോഹിതനിൽ ഒഴുകുന്നത്. അതാണ് യേശു പത്രോസിനോട് അവസാനമായി പറഞ്ഞത്. ഡു യു ലവ് മീ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്, യു ഫീഡ് മൈ ഷീപ്പ്. നീ എന്റെ ആടിന് ഭക്ഷണം കൊടുക്കാൻ, ആത്മീയമായ ഭക്ഷണം കൊടുക്കാൻ, ശാരീരികമായ ഭക്ഷണം കൊടുക്കാൻ ഇന്ന് പലരുമുണ്ട്. ആത്മീയമായ ഭക്ഷണം കൊടുക്കാനുള്ള ഒരു വിളിയാണ് ഓരോ പുരോഹിതനും ഓരോ സന്യാസിക്കും ആത്മായ പ്രേക്ഷിതർക്കും കർത്താവ് നൽകിയിരിക്കുന്നത്. യു ഫീഡ് മൈ പീപ്പിൾ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 21 അധ്യായത്തിൽ 19 വചനത്തിലേക്ക് വരികയാണ്. അവിടെ പറയുകയാണ് സുവിശേഷകൻ, നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ തനിച്ച് നിന്റെ അരകൾ കെട്ടി നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകും. എന്നാൽ പ്രായം ചെല്ലുമ്പോൾ നിന്നെ അവർ കൈകളിൽ ബന്ധിച്ചു കൊണ്ടുപോകും, നിന്നെ ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും.
ഇത് പത്രോസിന്റെ മരണത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്നാണ് പറയുന്നത്. നമുക്കറിയാം പത്രോസിന്റെ മരണം എങ്ങനെയായിരുന്നു എന്ന്. സ്നേഹമുള്ളവരെ, പത്രോസിനെ കുരിശുമരണത്തിന് വിധിച്ചു. കുരിശുമരണം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ കുരിശിൽ തറയ്ക്കാൻ വന്നവരോട് പറഞ്ഞത്, എനിക്ക് യേശുവിനെ പോലെ കുരിശിൽ മരിക്കാൻ യോഗ്യതയില്ല. പത്രോസിന്റെ കൈകളും കാലുകളും ആണിതറച്ച് കുരിശിൽ കിടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം തലകീഴായിട്ടാണ് കുരിശിൽ തൂക്കിയത്. എനിക്ക് യേശുവിനെ പോലെ കുരിശിൽ മരിക്കാൻ യോഗ്യതയില്ല, എന്നെ തലകീഴായിട്ട് മരിക്കണമെന്ന് പറയുകയാണ് ആ വിശുദ്ധൻ. ആ വിശുദ്ധന്റെ ഓർമ്മ പ്രത്യേകമായി ഓർക്കുകയാണ് നമ്മൾ. ഈ വചനം കേൾക്കുന്ന നിമിഷത്തിൽ പത്രോസ് ഒരു നല്ല നേതാവായിരുന്നു. ആ നേതാവിന്റെ നല്ല വശങ്ങൾ നമുക്കൊന്ന് ഓർക്കാം. ഒരു നല്ല ലീഡർ. ഒരു നല്ല ലീഡർ എല്ലായ്പ്പോഴും പറയുന്നു കേൾക്കുകയും നല്ല ഉത്തരം പറയുകയും ചെയ്യുന്നവനായിരിക്കണം. ഈ വചനം കേൾക്കുന്ന എല്ലാ പുരോഹിതന്മാരും പ്രത്യേകം ഓർത്തിരിക്കട്ടെ. പറയുന്നത് കേൾക്കുകയും നല്ല രീതിയിൽ ഉത്തരം പറയുകയും ചെയ്യുന്നവനായിരിക്കുക. 2, 3 വർഷം യേശുവിന്റെ കൂടെ നടന്ന് പഠിച്ച വ്യക്തിയാണ് വിശുദ്ധ പത്രോസ്. യേശുവിന്റെ അനുഭവം ആഴമായിട്ട് മനസ്സിലാക്കിയ വ്യക്തിയാണ് വിശുദ്ധ പത്രോസ്. യേശുവിന് വേണ്ടി അഗാപ്പയുടെ ആ നിലയിലേക്ക് കടന്നുപോയ വ്യക്തിയാണ് പത്രോസ്. 3, പത്രോസ് തെറ്റുതിരുത്തുന്ന വ്യക്തിയാണ്. യേശുവിനെ 3 പ്രാവശ്യം ഉപേക്ഷിച്ചു പറഞ്ഞെങ്കിലും തന്റെ തെറ്റ് മനസ്സിലാക്കിയപ്പോൾ പൊട്ടിക്കരഞ്ഞ് യേശുവിനെ സ്നേഹിച്ച വ്യക്തിയാണ്. അവസാനത്തെ ആ കുരിശുമരണം ഓർക്കാം നമുക്ക്. ഒരു നല്ല നേതാവ്. 4, പത്രോസ് ഒരു ക്രിയാത്മക നേതാവാണ്. എല്ലാ പുരോഹിതരും സന്യാസികളും പിതാക്കന്മാരുമൊക്കെ ക്രിയാത്മകമാകണം. ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ജന്മനാ മുടന്തനായ മനുഷ്യനോട് പറഞ്ഞില്ലേ, പൊന്നോ വെള്ളിയോ എൻ്റെ പക്കലില്ല, യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. ഒരു ക്രിയാത്മകം. ജീവിതം മുഴുവനും അതായിരുന്നു യേശുവിൻ്റെ. ആ ക്രിയാത്മകതയുടെ ഭാഗമാണ് പത്രോസിന്റെ 2 ലേഖനങ്ങൾ തന്നെ പുതിയ നിയമത്തിലുള്ളത്. വളരെ ഹൃദയസ്പർശിയായ വചനമാണത്. 5, കൂടെയുള്ളവരെ മുറിവേൽപ്പിക്കാത്ത വ്യക്തിയാണ് വിശുദ്ധ പത്രോസ്. കത്തോലിക്ക സഭയുടെ ആരംഭത്തിൽ ക്രിസ്ത്യാനികളുടെ ഫോർമേഷനിൽ ജെറൂസലേം കൗൺസിൽ നടക്കുമ്പോൾ ആരെയും വേദനിപ്പിക്കാതെ പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് ആത്മാവിൽ ജീവിക്കുന്ന പത്രോസിനെയാണ് നമ്മൾ കാണുക. 6, യേശുവിന് വേണ്ടി മരിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. ആ യേശുവിന് വേണ്ടി മരിച്ച ധാരാളം മനുഷ്യരുടെ ചരിത്രം നമുക്കറിയാം. വിശുദ്ധ കോൾബെ, വിശുദ്ധ ഡാമിയൻ, വിശുദ്ധ അമ്മത്രേസ്യ, വിശുദ്ധ അൽഫോൻസാമ, ഇവരുടെയൊക്കെ സഹനം കൊണ്ടാണ് അൽഫോൻസാമയൊക്കെ. വിശുദ്ധ മദർ തെരേസ. ഇങ്ങനെ 100 കണക്കിന് യേശുവിന് വേണ്ടി മരിച്ച രക്തസാക്ഷികളുടെ ചുടുനിണത്തിലാണ് സഭ വളർന്നു വന്നിട്ടുള്ളത്. യേശുവിന് വേണ്ടി മരിച്ച വിശുദ്ധ പത്രോസ് ശ്ലീഹായോട് ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈസ്റ്റർ കഴിഞ്ഞുള്ള 2ാം ഞായറാഴ്ച, പുതു ഞായറാഴ്ച കഴിഞ്ഞുള്ള ഞായറാഴ്ച വചനം കേട്ടത്. ഈ വചനം നിങ്ങളിൽ കത്തിപ്പടരട്ടെ, ആയിരങ്ങൾക്ക് അനുഭവമാകട്ടെ, രോഗശാന്തി നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ യേശുവേ, അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഇന്ന് ഈ വചനം കേട്ട എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായ മക്കളെ സമർപ്പിക്കുന്നു. ജന്മനാ മുടന്തു ബാധിച്ച, ജന്മനാ രോഗങ്ങളുള്ള എല്ലാ വ്യക്തികളെയും ഈ വചനത്താൽ സൗഖ്യപ്പെടുത്തണമേ. പൊന്നോ വെള്ളിയോ എൻ്റെ പക്കലില്ല എന്ന് പത്രോസ് പറഞ്ഞതുപോലെ പറയുവാനുള്ള കൃപ തരണമേ. ഈശോയുടെ ഉയർപ്പിൻ്റെ 4ാം തവണ കടൽ തീരത്താണല്ലോ വന്നു നിന്നത്. യേശുവേ, ജീവിതമാകുന്ന കടൽ തീരത്ത്, ദുഃഖത്തിൻ്റെ കടൽ തീരത്ത്, രോഗത്തിൻ്റെ കടൽ തീരത്ത്, വേദനയുടെ കടൽ തീരത്ത് നിൽക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ശുശ്രൂഷ ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു.
നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവിനെയും കർദിനാളന്മാരെയും എല്ലാ മെത്രാന്മാരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ശാന്തിയും സമാധാനവും കൊടുക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹമുള്ളവരെ, യൂട്യൂബിലുള്ള എൻ്റെ ഈ ശുശ്രൂഷ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൊടുക്കണം, ഷെയർ ചെയ്യണം, പങ്കുവെക്കണം. അതുവഴി ക്രിസ്തുവിൻ്റെ സ്നേഹവും ഉയർപ്പും യേശുവിൻ്റെ അനുഭവം ലഭിക്കാനിടയാകട്ടെ. നിങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഒരു രോഗിയുടെ സൗഖ്യമാണ് നടക്കുന്നത്, ഒരു കടബാധിതൻ്റെ മോചനമാണ് നടക്കുന്നത്. ആത്മഹത്യ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ വചനം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് അവരെ സ്പർശിക്കുന്നതായി മനസ്സിൽ തോന്നിക്കുന്നു. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ. എൻ്റെ ഫോൺ നമ്പർ 90 74 98 42 24. ഒരിക്കൽ കൂടി എൻ്റെ നമ്പർ പറയുകയാണ്: 90 74 98 42 24.